ലോകം ഉറ്റുനോക്കുന്നത് പശ്ചിമേഷ്യയിലേക്കാണ്. പക്ഷേ ഇത്തവണ വെടിയൊച്ചകൾക്കപ്പുറം ഇറാന്റെ അധികാര കേന്ദ്രങ്ങളിൽ പുകയുന്ന ഒരു വലിയ നിഗൂഢതയിലേക്കാണ് എല്ലാ കണ്ണുകളും തിരിയുന്നത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി എവിടെ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര ഇന്റലിജൻസ് വൃത്തങ്ങളിലും പടരുന്ന ഒരു ചോദ്യമാണിത്. ഈ അഭ്യൂഹങ്ങൾക്ക് എണ്ണ പകർന്നത് ഇറാനിലെ മഷാദ് നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഭീമൻ ചുവർചിത്രമാണ്. കൊല്ലപ്പെട്ട രക്തസാക്ഷികൾക്കൊപ്പം എന്തിനാണ് ഇറാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഭരണാധികാരിയുടെ ചിത്രം ഇറാൻ വരച്ചു ചേർത്തത്? അദ്ദേഹം ശരിക്കും ജീവനോടെയില്ലേ? അതോ രാജ്യം മറ്റൊരു വലിയ അധികാര കൈമാറ്റത്തിന് തയ്യാറെടുക്കുകയാണോ? 2026 ഏപ്രിൽ 27 ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സഹിതം ഇറാന്റെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിച്ചേക്കാവുന്ന ആ നിഗൂഢതകളിലേക്ക് നമുക്ക് കടക്കാം. സംഭവത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് മഷാദ് നഗരമാണ്. അവിടെ അനാവരണം ചെയ്യപ്പെട്ട ഒരു പുതിയ മ്യൂറൽ, അതായത് ചുമർ ചിത്രത്തിൽ ഇസ്രായേൽ അമേരിക്കൻ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പ്രമുഖ ഇറാനിയൻ നേതാക്കളുടെ ചിത്രങ്ങളുണ്ട്. മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി, ഖാസിം സുലൈമാനി തുടങ്ങിയവരുടെ ലിസ്റ്റിലേക്ക് മൊജ്തബ ഖമേനിയുടെ ചിത്രവും ചേർക്കപ്പെട്ടിരിക്കുന്നു. സാധാരണയായിട്ട് ഇറാനിൽ ഇത്തരം മ്യൂറലുകൾ നിർമ്മിക്കുന്നത് കൊല്ലപ്പെട്ടവരെ ആദരിക്കാനാണ്. അപ്പോഴാണ് ചോദ്യം ഉയരുന്നത്, മൊജ്തബ ഖമേനി കൊല്ലപ്പെട്ടോ? ഒരു രാജ്യത്തെ പരമോന്നത നേതാവിനെ രക്തസാക്ഷികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഒന്നുകിൽ അയാൾ മരിക്കണം, അല്ലെങ്കിൽ ഭരണകൂടത്തിന് അത്രയും വലിയൊരു അബദ്ധം സംഭവിക്കണം. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അനാവരണം ചെയ്ത ഈ ചിത്രത്തെ വെറുമൊരു അബദ്ധമായിട്ട് കാണാൻ ഇന്റർനെറ്റ് തയ്യാറല്ല. മൊജ്തബയുടെ മരണവാർത്ത ലോകത്തെ അറിയിക്കാൻ ഇറാൻ ഭരണകൂടം പടിപടിയായിട്ട് നടത്തുന്ന ഒരു രഹസ്യ നീക്കമാണോ എന്നാണ് ലോകം ചിന്തിക്കുന്നത്. ഇനി ഈ സംശയങ്ങൾക്ക് ആധാരമായ പശ്ചാത്തലം നമ്മൾക്ക് പരിശോധിക്കാം. 2026 ഫെബ്രുവരി 28 ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ പരമോന്നത നേതാവിന്റെ വസതി ലക്ഷ്യമാക്കി അമേരിക്കൻ ഇസ്രായേൽ പോർ വിമാനങ്ങൾ നടത്തിയ ഓപ്പറേഷൻ റോറിംഗ് ലയൺ. ആ ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. അലി ഖമേനിയുടെ മരണശേഷം മാർച്ച് 9 അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമേനിയെ പുതിയ നേതാവായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ പ്രശ്നം അവിടെ തുടങ്ങുന്നു. സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുമ്പോൾ പോലും അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ വന്നില്ല. എന്തിന്? ഒരു ഓഡിയോ സന്ദേശം പോലും അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടില്ല. ഈ ഒരു അസാന്നിധ്യമാണ് ഇപ്പോൾ വലിയൊരു ദുരൂഹതയായി മാറിയിരിക്കുന്നത്. മൊജ്തബ ഖമേനി കൊല്ലപ്പെട്ടിട്ടില്ല എങ്കിൽ പിന്നെ എവിടെയാണ്? ന്യൂയോർക്ക് ടൈംസ് ഏപ്രിൽ 23 പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. ഫെബ്രുവരിയിലെ ആ ആക്രമണത്തിൽ മൊജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട്. അദ്ദേഹത്തിന്റെ മുഖത്തും ചുണ്ടുകൾക്കും കടുത്ത പൊള്ളലേറ്റു. ഇതുകാരണം അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും പ്രയാസമാണ് എന്ന് പറയുന്നു. അതിലും ഭീകരം, അദ്ദേഹത്തിന്റെ ഒരു കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു എന്നും ഇപ്പോൾ കൃത്രിമ കാൽ ഘടിപ്പിക്കാനുള്ള ശസ്ത്രക്രിയകൾക്കായി അദ്ദേഹം കാത്തിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അദ്ദേഹം നിലവിൽ അബോധാവസ്ഥയിലല്ല എങ്കിലും ശാരീരികമായിട്ട് തകർന്നു പോയതുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരാത്തത് എന്നാണ് സൂചന. ഒരിക്കൽ ഇറാന്റെ സർവാധികാരിയാകാൻ ഒരുങ്ങി നിന്ന ആ കരുത്തനായ നേതാവിന്റെ വെറുമൊരു നിഴൽ രൂപമായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഇപ്പോൾ മൊജ്തബയെ വിശേഷിപ്പിക്കാൻ ജാൻബാസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അതായത് യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ ആദരവോടെ വിളിക്കുന്ന പേരാണിത്. ഈ ഒരു വിശേഷണം അദ്ദേഹത്തിന് പരിക്കേറ്റു എന്ന വസ്തുതയെ പരോക്ഷമായി ശരിവെക്കുന്നു. മറ്റൊരു കാര്യം, ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ ഒരു പ്രമുഖ ഹൃദ്രോഗ ശസ്ത്രക്രിയാ വിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹം നേരിട്ടാണ് മൊജ്തബയുടെ ചികിത്സാ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ മിലിറ്ററി കമാൻഡർക്ക് പോലും മൊജ്തബയെ കാണാൻ അനുവാദമില്ല. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ വരുന്നത് വെറും കൈപ്പടയിലുള്ള കുറിപ്പുകളായിട്ട് മാത്രമാണ്. നേതാവ് ശാരീരികമായി തളർന്നു കിടക്കുമ്പോൾ ഇറാന്റെ ഭരണം അപ്പോൾ ആരുടെ കയ്യിലാണ്? റിപ്പോർട്ടുകൾ പ്രകാരം റെവല്യൂഷണറി ഗാർഡ്സ് IRGC കമാൻഡർമാർക്കാണ് ഇപ്പോൾ കൂടുതൽ സ്വാധീനം. മൊജ്തബയുടെ അഭാവത്തിൽ രാജ്യം ഒരു സൈനിക ഭരണത്തിന് സമാനമായ അവസ്ഥയിലേക്കാണോ നീങ്ങുന്നത് എന്ന് ലോകം ഭയപ്പെടുകയാണ്. മഷാദിലെ ആ ചുവർ ചിത്രം ഒരുപക്ഷെ ഭരണകൂടത്തിനുള്ളിലെ ഒരു വിഭാഗം മനഃപൂർവ്വം ചെയ്തതാകാം. മൊജ്തബയ്ക്ക് അധികാരം നിലനിർത്താൻ കഴിയില്ലെന്നും പകരം ഒരാളെ കണ്ടെത്തണമെന്നും ആഗ്രഹിക്കുന്നവരുടെ നീക്കമാകാം ഇത്. തോക്കുകളും പീരങ്കികളും ഇല്ലാതെ തെഹ്റാനിലെ കൊട്ടാരക്കെട്ടുകൾക്കുള്ളിൽ നടന്ന ഒരു നിഗൂഢമായ ഭരണമാറ്റമാണോ ഇത്? ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം തസ്നിം വാർത്താ ഏജൻസി മൊജ്തബയുടെ ഈ ഒരു പുതിയ സന്ദേശം പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാന്റെ നാവികസേന ഏത് ആക്രമണത്തെയും നേരിടാൻ സജ്ജമാണ് എന്നാണ് സന്ദേശം. പക്ഷേ ഇത്തവണയും അതിനൊപ്പം ഒരു ഫോട്ടോയോ വീഡിയോയോ ഇല്ല. ഈ രഹസ്യ സ്വഭാവം ഇറാനിയൻ ജനതയ്ക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. പരമോന്നത നേതാവിന്റെ ചിത്രം തകർക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ചില നഗരങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഷാദിലെ ആ ചുവർചിത്രം വെറും ഒരു ചിത്രമല്ല, അത് ഇറാന്റെ ഭാവിയിലേക്കുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ്. മൊജ്തബ ഖമേനി ജീവിച്ചിരിപ്പുണ്ടോ, അതോ അദ്ദേഹം ഒരു നിഴൽ മാത്രമായിട്ട് മാറിയോ? ലോകം കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ സന്ദേശത്തിനാണ്.
അതുവരെ ഈ ദുരൂഹതകൾ ഇറാൻ രാഷ്ട്രീയത്തെ മൂടിക്കൊണ്ടിരിക്കും. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് തെഹ്റാനിലെ അധികാര കേന്ദ്രങ്ങളിലേക്കാണ്. അവിടെ നിന്ന് സത്യം എന്ന് പുറത്തു വരുമെന്ന കാത്തിരിപ്പിലാണ് അന്താരാഷ്ട്ര സമൂഹം. വരും ദിവസങ്ങളിൽ ഇറാൻ ഭരണകൂടം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് പശ്ചിമേഷ്യയിലെ തന്നെ നിർണായകമായ ഒരു വഴിത്തിരിവാകാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.